പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം ഒക്ടോബർ 2-ാം തീയതി കേരള പോലീസ് അസോസിയേഷൻ്റെ കോട്ടയത്ത് ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെക്കുറിച്ച് ആദ്യമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ അന്വേഷണത്തെക്കുറിച്ച് പരസ്യമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറില്ല. ഉത്തരവുകളിലൂടെയാണ് അന്വേഷണത്തെക്കുറിച്ചിട്ട് പൊതുമണ്ഡലവും മാധ്യമങ്ങളുമൊക്കെ അറിയുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഒക്ടോബർ 2-ന് നടന്ന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരന്വേഷണം DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് താൻ എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറയുകയായിരുന്നു. നമുക്കറിയാം അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരെ അങ്ങനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല, അന്വേഷണം പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതൻ തന്നെയായിരിക്കും അന്വേഷിക്കുക, ചില ആളുകൾക്ക് തങ്ങൾക്ക് എന്തു ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും, അത്തരക്കാരെ അക്കാര്യം മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രസ്താവനകൾ കേരള മുഖ്യമന്ത്രി അന്ന് നടത്തിയത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നു, പല തരത്തിലുള്ള അന്വേഷണങ്ങൾ, പല ആരോപണങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നടന്ന് ഒക്ടോബർ 2 കഴിഞ്ഞ് ഒക്ടോബർ 2 സെപ്റ്റംബർ 2-നാണ് അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 2 എന്നുള്ളത് ഒരു പിശകായിപ്പോയി. സെപ്റ്റംബർ 2-ന് ആ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 2 ആയപ്പോഴേക്കും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിൻ്റെ ഒരു മാസത്തെ കാലാവധി പൂർത്തിയായി. ആ 2-ാം തീയതി മുതൽ തന്നെ എന്നാണ് ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നീക്കുക എന്നുള്ള ആ ഒരു ഈ പറഞ്ഞ പോലെ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ. അവസാനം അതിങ്ങനെ വെച്ച് നീട്ടി ഒക്ടോബർ 6-ാം തീയതി രാത്രി 11 മണിക്ക് സെക്രട്ടേറിയറ്റിൽ വന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാളെ നീക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാരുമായി അദ്ദേഹം ഞായറാഴ്ച രാവിലെ ക്ലിഫ് ഹൗസിൽ ചർച്ച നടത്തി. ആ വിശ്വസ്തന്മാർ ആരായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. കളങ്കിതനായ P. ശശി, ഭാര്യയുടെ പേരിൽ ആരോപണ വിധേയനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, നിരന്തരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ള CM രവീന്ദ്രൻ, ഇവരാണ് ഇയാളുടെ ക്ലോസ് ആയിട്ടുള്ള എയ്ഡുകൾ. എന്നുവെച്ചാൽ ഇയാളുടെ ഏറ്റവും വലിയ വിശ്വസ്തർ ഈ 3 പേരാണ്. അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ളവരെ ആണ് ഏറ്റവും അടുപ്പക്കാരെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അവരെക്കാൾ കൂടുതൽ ആരോപണം കേട്ട ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിന്നെ P. ശശിക്കും ഈ പറഞ്ഞ പോലെ CM രവീന്ദ്രനൊക്കെ അതോർത്ത് സംതൃപ്തരാകാവുന്നുള്ളൂ. എന്തായാലും ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പോൾ അതിനെ തുടർന്ന് രാത്രി ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടതിനെ തുടർന്ന് ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ നീക്കി. സ്വാഭാവികമായും അദ്ദേഹത്തെ നീക്കിയതോടുകൂടി അതിനുള്ള ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 3 പേർക്കാണ് ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നത് പൊതുവിൽ. അത് ആർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വഴിയെ എൻ്റെ പ്രേക്ഷകരോട് ആ വിവരം ഞാൻ പങ്കുവെക്കുന്നതായി. ഒന്ന് ശ്രീമാൻ PV അൻവറാണ്. 2 പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 3 CPI ആണ്. ഇപ്പോൾ പൊതുമണ്ഡലത്തിലൊക്കെ ഇതിലേറ്റവും കൂടുതൽ ക്രെഡിറ്റ് നേടി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അത് CPIയുടെയും LDFിൻ്റെയും വിജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് പറഞ്ഞിരുന്നില്ലേ, ആ പറഞ്ഞ കാര്യം ഇപ്പോൾ നടപ്പിലായിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം മേനി നടിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൽ വഹിച്ച പങ്കെന്താണെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാനത് പങ്കുവെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ഉള്ള ക്രെഡിറ്റ് പൊതുമണ്ഡലത്തിൽ സ്വയമേ തന്നെ വാങ്ങിയിരിക്കുന്നത് CPI എന്ന് പറഞ്ഞ പാർട്ടിയും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വവുമാണ്. സുഹൃത്തുക്കളെ, എന്താണ് യാഥാർത്ഥ്യം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ യാഥാർത്ഥ്യം പറയുന്നതിന് മുമ്പ്
ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളെ എന്ന് പറഞ്ഞ RSS നേതാവിനെ കണ്ടു എന്നുള്ള വിവരം ആദ്യം പൊതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നത് പിന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതോടൊപ്പം തന്നെ പൂരം കലക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ADGP അജിത് കുമാറാണ് എന്ന് ആദ്യം പറഞ്ഞത് പിന്നെ PV അൻവറാണ്. ഇതിനെല്ലാത്തിനും ശേഷമാണ് CPIയും VS സുനിൽകുമാറും ഒക്കെ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലൊന്ന് ഓർത്തുകൊള്ളണം, ഒന്ന് കണ്ടുകൊള്ളണം. സുഹൃത്തുക്കളെ, ഇതിൽ ഇനി ഓരോരുത്തരും വഹിച്ച പങ്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ CPI ഇന്നലെ 5-ാം തീയതി അവരെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നതായി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമസഭയിൽ തങ്ങൾക്ക് സ്വതന്ത്രമായൊരു നിലപാടെടുക്കേണ്ടി വരും എന്ന് ബിനോയ് വിശ്വം ഒരു കത്ത് കൊടുത്തു എന്നുള്ള സ്ഥിരീകരിക്കാത്തൊരു വാർത്ത ഇപ്പോഴുണ്ട്. പൊതുവിൽ CPI നടത്തിയിട്ടുള്ള നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നിട്ടാണ് പിണറായി വിജയൻ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ളൊരു ധാരണയും നിലനിൽക്കുന്നുണ്ട്. ആ ധാരണ പൂർണ്ണമായും തെറ്റാണ് എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം അവർ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. അവർക്ക് 17 MLA-മാരുണ്ട്, 4 മന്ത്രിമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ ഉയർത്തുന്ന സമ്മർദ്ദം താങ്ങുക എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, NCPയുടെ. ആ മന്ത്രിയുടെ രാജിയിലേക്ക് പോയതൊക്കെ തന്നെ അന്ന് CPI ഉയർത്തിയിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തോണം. എന്തായാലും CPI ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അതൊരു വസ്തുതയുമാണ്. എന്നാൽ ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൻ്റെ ക്രെഡിറ്റ് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടത് CPIക്കാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഉയർത്തുന്ന ചോദ്യം അതാണ്. അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മറുപടി. ഇംഗ്ലീഷിൽ ഒരു എംഫാറ്റിക് നോ എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPI സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നല്ല, ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ CPIയും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ ഈ വിഷയം ഉയർത്തുന്നതിന് മുമ്പ് ആദ്യമായി പൊതുമണ്ഡലത്തിൽ ഈ വിഷയം ഉയർത്തിയത് PV അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ സ്വതന്ത്ര MLA അല്ലേ? അയാളല്ലേ ആദ്യമായി ഈ വിഷയം പിന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്? നമുക്ക് ഓർമ്മയില്ലേ? ആദ്യം അയാൾ സുജിത് ദാസ് എന്ന് പറഞ്ഞ ആളുമായിട്ടുള്ളൊരു സംഭാഷണം അയാൾ ആദ്യം ഒരു പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ആ സംഭാഷണത്തിൽ വെച്ച് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന മുൻ മലപ്പുറം SP ആയിരുന്ന ഈ IPS ഉദ്യോഗസ്ഥനാണ് ആദ്യമായി ADGP അജിത് കുമാറിനെ കുറിച്ച്, അയാളുടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, അയാളുടെ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് ആദ്യമായി നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സുജിത് ദാസിൻ്റെ വായിൽ നിന്നാണ്. ആ വിവരം പൊതുജനങ്ങളെ ആദ്യമായി അറിയിക്കുന്നത് PV അൻവർ എന്ന് പറഞ്ഞ സ്വതന്ത്ര MLA ആണ്. അയാൾ താനും സുജിത് ദാസുമായിട്ട് നടത്തിയിട്ടുള്ള ആ ഓഡിയോ സംഭാഷണം പുറത്ത് പിന്നെ വിടുന്നതിലൂടെയാണ് ADGP അജിത് കുമാറിന് നിയമവിരുദ്ധമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സുജിത് ദാസാണത് പറയും. സുജിത് ദാസിൻ്റെ അടുത്ത് PV അൻവർ ഈ പിന്നെ അജിത് കുമാറിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ PV അൻവറിൻ്റെ അടുത്ത് സുജിത് ദാസാണ് ആദ്യമായി പറയുന്നത്. എന്താ പറയുന്നത്? സാർ, താങ്കൾ ഈ പിന്നെ അജിത് കുമാറിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം, അയാളുടെ ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കണം, ഭാര്യ സഹോദരന്മാരെ കുറിച്ച് അന്വേഷിക്കണം, അയാളുടെ അഴിമതി ഇടപാടുകളെക്കുറിച്ചിട്ട് പിന്നെ സാർ ഒരു റിസർച്ച് നടത്തണം എന്ന് ആദ്യമായി അൻവറിനോട് പറയുന്നത് ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുൻ മലപ്പുറം SP ആണ്. എന്ന് മാത്രമല്ല, അയാൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറ് എന്തു പറഞ്ഞാലും അതങ്ങേയറ്റം നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ് ഈ ADGP അജിത് കുമാർ എന്നുള്ള കാര്യവും ഈ സുജിത് ദാസ് തൻ്റെ ഓഡിയോയിൽ പിന്നെ അൻവറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓഡിയോയിലൂടെയാണ് നമ്മൾ ആദ്യമായി ഈ ADGP അജിത് കുമാറിൻ്റെ പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള അധോലോക ബന്ധങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പൊതുജനങ്ങൾ അറിയുന്നത്. ആ സമയത്തൊന്നും CPIയും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവൊന്നും ഈ രംഗത്തേക്ക് വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, അതിനുശേഷം എത്രയോ പത്രസമ്മേളനങ്ങളിലൂടെ ഈ ADGP അജിത് കുമാറിൻ്റെ അധോലോക ബന്ധങ്ങളുടെ എത്രയെത്ര അധ്യായങ്ങൾ ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാവ് പുറത്തു കൊണ്ടുവന്നു നമുക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ. അതിനുശേഷം അയാൾ വേറൊരു ഓഡിയോ പുറത്തു കൊണ്ടുവന്നു.
അതൊരു പോലീസുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഓഡിയോ ആയിരുന്നു. അതിലെത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ADGP അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കള്ളക്കടത്തിൻ്റെ ഒക്കെ തന്നെ മൊത്തം അധീപൻ ADGP അജിത് കുമാറാണ് എന്നുള്ള വിഷയമല്ലേ അതിനകത്തൂടെ പുറത്തു കൊണ്ടുവന്നത്. എനിക്കതിനകത്ത് ഓർമ്മയുണ്ട്. അതിനകത്ത് ഒരു ഭാഗത്ത് ഈ പോലീസുകാരൻ പറയുന്നത് ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ ചില്ലറ വിൽപ്പന മാർക്കറ്റുണ്ട്, അവിടുന്ന് കേരളത്തിലേക്ക് കള്ളക്കടത്തിലൂടെ എത്ര സ്വർണം വരണം, കേരളത്തിലെ കള്ളക്കടത്ത് നടത്താൻ മലയാളികളായിട്ടുള്ള ആര് ഈ റീറ്റെയിൽ സ്വർണ്ണ മാർക്കറ്റിൽ ചെന്ന് സ്വർണം മേടിച്ചാലും അത് അജിത് സാറിൻ്റെ ആളുകൾ അറിയും എന്ന് ഈ പോലീസുകാരൻ PV അൻവറിനോട് പറയുന്ന അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ കൂടെയല്ലേ നമ്മൾ കേട്ടത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഇത്രയും വലിയൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നും കേരളത്തിലെ കള്ളക്കടത്തിൻ്റെ ഒരു അധിപനാണ് ഇയാളെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിലൂടെയാണ് കേൾക്കുന്നത്. എനിക്ക് ആ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അൻവർ പറഞ്ഞത് ADGP അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യ സഹോദരന്മാരും തമ്മിൽ നടക്കുന്ന ഫോൺ സംഭാഷണത്തിൽ അങ്ങേ തലയ്ക്കൽ ബോംബെയിൽ അധോലോക നായകനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അൻവർ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിനുശേഷം അയാൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടായി. അതിനുശേഷം അയാൾ പുറത്തു കൊണ്ടുവന്ന എന്താ, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു. അതിൽ നേരിട്ട് ഇയാൾക്ക് ബന്ധമില്ല. പക്ഷേ അതിനുശേഷം അയാൾ വളരെ നിർണായകമായിട്ടുള്ളൊരു വിവരം പുറത്തു കൊണ്ടുവന്നു. അതെന്താണ്, ഇയാൾ പട്ടത്ത് 33 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് ബൈ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾ അത് ആ ഫ്ലാറ്റ് 66 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, അതും ക്യാഷ് വാങ്ങി വിൽക്കുന്നു. ഇത് രണ്ടും നിയമവിരുദ്ധമല്ലേ സുഹൃത്തുക്കളെ? അതിൻ്റെ രേഖ അൻവറല്ലേ കൊണ്ടുവന്നത്? അത് DGPക്ക് അദ്ദേഹം കൈമാറിയില്ലേ? അതോടൊപ്പം തന്നെ ADGPക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ അടങ്ങുന്ന കത്ത് PV അൻവർ മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ലേ? അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തില്ലേ? ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഈ പിണറായി വിജയൻ നിർബന്ധിതനായില്ലേ? എന്നു മാത്രമല്ല, ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി, ദിവസേന പത്രസമ്മേളനങ്ങൾ നടത്തി ഈ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങളുടെ മേലുള്ള വലിയ സമ്മർദ്ദം ഗവൺമെൻറ്റിൻ്റെ മേൽ ചെലുത്തിക്കൊണ്ടിരുന്നത് PV അൻവറല്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ച് എല്ലാ ദിവസവും പത്രസമ്മേളനം. അയാൾ ഇപ്പോൾ നടത്തുന്ന എല്ലാ ദിവസവും നടത്തുന്ന പത്രസമ്മേളനം ഇപ്പോഴും അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ADGP അജിത് കുമാറിൻ്റെ മേൽ അജിത് കുമാർ ആരോപണ വിധേയനാണെന്ന് തെളിയിക്കുന്ന എത്രയെത്ര രേഖകൾ അയാൾ പുറത്തു കൊണ്ടുവന്നു, എത്രയെത്ര വിശദാംശങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു, എത്രയെത്ര ഓഡിയോ സംഭാഷണങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഈ ADGP അജിത് കുമാറിനെ മാറ്റിയതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് PV അൻവറിനാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ അവസാനം പറഞ്ഞതുപോലെ ഓരോ ദിവസവും സമ്മർദ്ദമായിരുന്നു. അവസാനം അൻവറിനെതിരെ എന്തൊക്കെ പറഞ്ഞ് രംഗത്ത് വരേണ്ടി വന്നു പിണറായി വിജയന്. ദിവസവും അൻവറിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നു. അവസാനം പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വന്ന് ADGP അജിത് കുമാർ കൊടുത്ത കണക്ക് വായിച്ചു. ആ കണക്ക് വായിച്ചു, അത് തിരിഞ്ഞടിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ PV അൻവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഉയർത്തിയിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടായതല്ലേ. അതുകൊണ്ട് തന്നെ ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ അച്ചടക്ക നടപടിയാണെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നിരുന്നാൽ പോലും അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് നമ്മൾ PV അൻവറിനാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്. അതിനൊക്കെ എത്രയോ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വന്ന് PV അൻവറും ദത്താത്രേയ ഹൊസബോളയുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചിട്ട് പറഞ്ഞത്. അത് പറയുന്നതിന് മുമ്പ് തന്നെ അൻവർ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഈ പൂരം കലക്കിയതിൽ ADGP അജിത് കുമാറിനുള്ള പങ്കിനെ കുറിച്ചിട്ട് അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്, പരാതിക്കാർ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു സുരേഷ് ഗോപി എടുത്ത് കുറച്ച് പരാതിക്കാർ ചെല്ലുന്നു. പോലീസിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള പരാതിയുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഉടനെ തന്നെ സുരേഷ് ഗോപി ഫോൺ എടുത്തിട്ട് പറയുന്നു തൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് ADGP അജിത് കുമാറിനെ വിളിക്കുന്നു. എന്നിട്ട് അത് സ്പീക്കറിലിട്ട് വരെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അക്കാര്യങ്ങൾ പോലും PV അൻവർ തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ADGP അജിത് കുമാറിനുള്ള ബന്ധവും ആദ്യം പൊതുമണ്ഡലത്തോട് പറഞ്ഞത് PV അൻവറാണ്. അതുകൊണ്ട്
ഈ ADGP അജിത് കുമാറിനെ മാറ്റിയതിലുള്ള ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് PV അൻവറിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല. രണ്ടാമത്തെ ക്രെഡിറ്റ് നമുക്ക് CPIക്ക് കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ചൊരു ചെറിയ ഒരു 5% 10% ക്രെഡിറ്റ് വേണമെങ്കിൽ VD സതീശന് കൊടുക്കാം. എന്തായാലും ADGP അജിത് കുമാറിനെതിരെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ PV അൻവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.